തുടരണോ? ശ്രീ വസീഫ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. നോക്കൂ, ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യം താങ്കൾ കേട്ടുവല്ലോ. ഈ ആശുപത്രിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അയ്യപ്പന്റെ സ്വർണം കട്ടത് എന്നെ ആക്രമിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറച്ചു വെക്കാമെന്ന് കരുതേണ്ട എന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ, ചർച്ചകൾ മാറേണ്ടത് ആരുടെ ആവശ്യമാണ്? രക്തസാക്ഷി പരിവേഷം വേണ്ടത് ഷാഫി പറമ്പിലാണ് എന്ന് താങ്കൾക്ക് പറയുമ്പോൾ, ആ സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ശബരിമല വിഷയമാണ്. ന്യൂസ് 8 ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ തയ്യാറായതാണേ. അതുകൊണ്ട് എനിക്കൊരു സമയം എന്താ ഞാൻ ചോദിച്ചത് താങ്കൾ കേട്ടല്ലോ. ഓക്കെ, ഞാൻ പറയാം. ഈ തിരുവഞ്ചൂർ സാറൊക്കെ പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിന്റെ ഒക്കെ കാലത്ത് പോലീസ് എന്തൊരു മാന്യമായിട്ട് ഇടപെട്ടു എന്നാ. ഇവിടെ കോഴിക്കോട് തന്നെ SFI സമരത്തിന്, കുട്ടികളുടെ സമരത്തിന്, കൊടിയും പിടിച്ച് നടത്തിയ സമരത്തിന് നേരെ വെടിവെച്ച പോലീസിന്റെ നേതാവാണ് ഇദ്ദേഹം. മറന്നോ? രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആളുടെ കയ്യിൽ തോക്ക് കൊടുത്ത് വിട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെച്ചവരാ ഇവര്. എന്നിട്ട് പോലീസിന്റെ ഒരു അക്രമത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഇവിടെ കേരളത്തിൽ ആദ്യമായി ഗ്രനേഡ് പ്രയോഗിക്കുന്നത്, ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ചത് എല്ലാം ആരാണ്? ഇവരുടെ കയറൂരി വിട്ട് ബോധപൂർവമായ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളായിരുന്നില്ലേ ഇവര്? അല്ല, ഞാൻ അതൊരു സാഹചര്യം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ, മറന്നുപോയിരുന്നല്ലോ, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാ. പിന്നെ ഇവര് ഇപ്പൊ പറയുന്നത് അവിടെ കല്ലുമായി പോലീസിനെ എറിഞ്ഞിട്ട് നടന്നാ പിന്നെ അവിടെ പോലീസ് ഗ്രനേഡ് എറിയില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളും അക്രമം ഏൽക്കരുത്, ഒരാൾക്ക് നേരെയും അക്രമം ഉണ്ടാകരുത്, ലാത്തി ചാർജ് ഉണ്ടാകരുത് എന്ന് തന്നെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തിനാ പോലീസ് പറഞ്ഞിട്ടും മാറ്റി നിർത്തിയിട്ടും ഈ ഷാഫി ഇങ്ങോട്ട് വന്ന് ബോധപൂർവം വരുന്നത്? ഷാഫിക്ക് ഇപ്പോ നിങ്ങൾക്കറിയാലോ, കോൺഗ്രസിനകത്തും പുറത്തുമൊക്കെ അല്പം പേരുദോഷമുണ്ട്, അല്പം കുറവില്ലാത്ത പേരുദോഷമുണ്ട്. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പൊ എന്തിനു വേണ്ടിയാ ഈ പെർഫോമൻസ് കാണിക്കുന്നത്? അവിടെ ഈ സംഘർഷം ഉണ്ടാക്കുന്നില്ല. പേരാമ്പ്ര പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു കാര്യമായ കുഴപ്പങ്ങളില്ലാത്ത ഒരു കോളേജിലെ സാധാരണ കൊടി പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിച്ച കേസിനെ പേരാമ്പ്രയിലേക്ക് ഇറക്കി, പേരാമ്പ്രയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച്, ഹർത്താലിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു, അതിനുശേഷം പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത് വീണ്ടും കവലകളിലേക്ക് ആളെ ഇറക്കി കൊണ്ടുവന്ന് കല്ലും കമ്പും ഒക്കെ വലിച്ചെറിഞ്ഞ് പോലീസിനെ തീർന്നോട്ടെ. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന നേതാവാണ്. ഞാൻ ആ മാന്യത കൊടുക്കുകയാണ്. ഞാൻ തീർന്നില്ല, എനിക്ക് ഇവര് സംസാരിക്കാൻ വിടണ്ട സർ. ഇവിടെ അങ്ങനെ ഒരു പ്രകടനം വന്നു, പേരാമ്പ്ര ടൗണിലേക്ക് വന്നു. അന്നും ഇന്നലെയും പോലീസ് 2 ഭാഗത്തേക്ക് മാറ്റി നിർത്തി ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു. ഹർത്താലിനിടയിൽ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ, ഒരു നാടിന്റെ പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർ അതിൽ പ്രതിഷേധിച്ചു പ്രകടനം നടത്തി. അവരൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി പോലീസ്. അവിടെ തടഞ്ഞു നിർത്തി, അവിടെ നിന്നു. പേരാമ്പ്രയിലെ സംഘടനയെ കുറിച്ചും CPM-നെ കുറിച്ചും ഒക്കെ അറിയാത്തവരല്ലല്ലോ ഈ മാധ്യമപ്രവർത്തകർ, ഒന്ന് അന്വേഷിച്ചാൽ മതി, മനസ്സിലാവും. ആ പോലീസ് തടഞ്ഞെടുത്ത് നിന്നു അവിടുത്തെ പേരാമ്പ്രയിലെ ഇടതുപക്ഷ പ്രവർത്തകർ. എന്നാൽ പിന്നാലെ വീണ്ടും പ്രകടനമായി വന്നു ഈ ഷാഫി പറമ്പിലിനെ മറ്റും നേതൃത്വത്തിൽ വന്ന ആളുകൾ. അവിടെ പോലീസിന്റെ നേരെ അങ്ങ് പാഞ്ഞു കയറി, കല്ലും കമ്പുമായിട്ടൊക്കെ പോയി. അവിടെ സംഘർഷമുണ്ടായി. സ്വാഭാവികമല്ലേ? അതിലെന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് അന്വേഷിക്കട്ടെ. അങ്ങനെ പോലീസ് ഈ UDF പ്രവർത്തകർക്ക് മാത്രം, അല്ലെങ്കിൽ അവരുടെ MP-ക്കും പ്രവർത്തകർക്കും മാത്രം എങ്ങനെ പരിക്കേൽക്കും എന്ന ഒരു സംശയം കൂടി ഉണ്ട്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് UDF പ്രവർത്തകരെ മാത്രമാണ്. നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? പോലീസ് തടഞ്ഞിടത്തേക്ക് പോലീസിന് നേരെ തള്ളിക്കയറാൻ വന്നതാണ് ഇവര്. സ്വാഭാവികമായിട്ടും പോലീസ് തിരിച്ച് ബലം പ്രയോഗിക്കില്ലേ? ഇല്ലേ? അങ്ങനെ പ്രയോഗിക്കുമ്പോൾ സംഭവിച്ചതാവാം. ഇനി അല്ല, ഇവരുടെ തിക്കും തിരക്കിൽ ഇവർ എറിഞ്ഞ് ഏറി ചിലപ്പോ കൊണ്ടതാകാം. പോലീസ് ഏതായാലും കല്ലും കൊണ്ടുവന്നതാവില്ലല്ലോ. അതല്ലേ സംഭവം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധപൂർവമായി കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ UDF പരിശ്രമിക്കുകയാണ്. ഇവിടെ കുറച്ചു മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ്, ഇതേ പേരാമ്പ്രയിൽ, വടകരയല്ല കേട്ടോ, മാറിപ്പോകരുത്, പേരാമ്പ്രയിൽ അവിടെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് ആരാണ്? ഇതേ ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് ശേഷമാണ്. നമ്മൾ ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഈ ഷാഫി പറമ്പലിനെ പോലെയുള്ള ആളുകളെ, തിരുവഞ്ചൂരിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ നിയന്ത്രിക്കാൻ തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാണ്. ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തി കൊണ്ടുപോകാൻ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് പകരം ഒരു നാടിനെ കലാപത്തിലേക്ക്, സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ജനപ്രതിനിധി ശ്രമിക്കുന്നത് എന്ന് ബഹുമാന്യനായ തിരുവഞ്ചൂരിനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്. നിങ്ങൾ അത് അന്വേഷിക്കണം. കോൺഗ്രസ് കമ്മിറ്റി പരിശോധിച്ച് ഷാഫി പറമ്പലിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.